സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധുനായ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാടാകെ വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന നീറ്റ് പരീക്ഷയും അതിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയും അതിനെതിരായിട്ട് പാർട്ടികളുടെ പ്രതിഷേധവും അത് അക്രമാസക്തമാകുകയും അവസാനം കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയെന്നുള്ള അർത്ഥത്തിൽ അവരുമായിട്ട് സന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ആദ്യപടിയായി പാർലമെന്റിൽ ഇപ്പോൾ നിയമം കൊണ്ടുവരുന്നു. അതായത് ചോദ്യപേപ്പർ ചോർത്തിക്കളഞ്ഞാൽ ഉടനെ അവനെ പിടിച്ച് 3 കൊല്ലം ജയിലിലിടും. അതോടൊപ്പം വേറൊരു പരിപാടി കൂടി, ദേശീയ ഗാനത്തിനെ സോർട്ട് ഓഫ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വിധത്തിൽ വന്ദേമാർ മുഴുക്കം പാടിയില്ലെങ്കിൽ 3 കൊല്ലം ശിക്ഷ. പാർലമെന്റിന്റെ പ്രയോറിറ്റികൾ തന്നെ ആകെ കൂടി എന്താ പറയണ അധോഗതിയിലാണെന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. ഇപ്പം എന്തെല്ലാം നിയമങ്ങൾ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യം ഇത്ര കാലമായിട്ട് പറയുന്നു, അതിന്റെ ഒരു അനക്കവുമില്ല. അതുപോലെ തന്നെ ഒരു നേഷൻ ഒരു ഇലക്ഷൻ, ഇതെല്ലാം അങ്ങ് പിന്തള്ളിക്കൊണ്ട് ഇവിടെ ചെറിയ പച്ചമലയാളത്തിൽ പറഞ്ഞ ചീള് കേസുകൾക്ക് വേണ്ടി പാർലമെന്റ് കൂടി അവിടെയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്ത് ദൂരത്തെറി സഹിതം ഉണ്ടാകുന്നൊരവസ്ഥ. ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ മൂല കാരണം ആക്ച്വലി വിദ്യാഭ്യാസ മേഖലയിലുള്ള ഈ സുഹൃത്തുക്ഷേത്രത്തിന്റെ മൂല കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ് ആയിരുന്നല്ലോ. അവര് ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്ട്രിക്റ്റ് ആയിട്ട് വച്ചിരുന്നതാണ്. എമർജൻസി സമയത്ത് ഇന്ദിരാഗാന്ധി ഇതെടുത്ത് കോൺകറന്റ് ലിസ്റ്റിലാക്കി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യമാകെ ഇക്കാര്യത്തിലൊരു കുളം തോണ്ടിയിരിക്കുകയാണെന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട IAS എക്സാം തുടക്കകാലത്ത് ബീഹാറിൽ നിന്നുള്ള ആളുകൾ വളരെയധികം ജയിച്ചു വരുന്നു. അതിന്റെ പിന്നിൽ അന്വേഷിച്ചപ്പോൾ കാണാം ചോദ്യപേപ്പർ ചോർച്ച അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് ഈ ഫെഡറൽ സംവിധാനത്തിൽ വളരെ ആലോചിച്ചിട്ടാണ് ഈ വിഷയം സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുത്തിയത്. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമേ എന്തെങ്കിലും പ്രായോഗികമായിട്ട് ഇതിൽ ഒരു പ്രതിവിധി കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നാടാകെയുള്ള കോച്ചിങ് സെന്ററും അതുമായിട്ട് ചേർന്നൊരു മാഫിയയും ചേർന്ന് ഈ ചോദ്യപേപ്പർ ചോർച്ച കാലാകാലങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദി അതായത് നടത്തിപ്പ് കേന്ദ്ര സർക്കാരിനാണെന്നുള്ളതാണ്. അത് മാറ്റിയിട്ട് പഴയ ഫെഡറൽ സംവിധാനത്തിലെ ഓരോന്നും ഇപ്പോൾ ഇത് അഴിച്ചുപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പിടിച്ചെടുക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരം പല മേഖലകളിലും അതൊരു വളരെയധികം ജനാധിപത്യത്തിന് ആരോഗ്യമായ പ്രവണതയെ അല്ല. അത് പിന്നെ ബൃഹത്തായ ഒരു സംഹിത, അതിനെക്കുറിച്ചല്ല ഞാൻ ഇപ്പം പ്രത്യേകിച്ച് സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ നമ്മുടെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ സർക്കാരിൽ എന്തൊക്കെ എന്താ പറയണ കൃത്രിമങ്ങൾ സഹാക്കളെ കയറ്റിവിടാനായിട്ട്. പക്ഷേ അത് പുറത്തു വന്നപ്പോൾ അതിനെതിരായിട്ട് നടപടിയെടുക്കുവാനും അതിനായിട്ട് ക്രിമിനൽ കേസ് കൊടുക്കുവാനും ബന്ധപ്പെട്ട ആളുകളെ ജയിലിലാക്കാനുമുള്ള സംവിധാനം അത് സ്റ്റേറ്റ് സംവിധാനത്തിൽ ഒതുങ്ങുന്നതുകൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നാഷണൽ ലെവലിലെ എഡ്യൂക്കേഷൻ കോൺകറന്റ് ലിസ്റ്റിലാക്കി ഒരു നാഷണൽ കൌൺസിൽസ് ഉണ്ടാക്കി. എനിക്കറിയാം, ഞാനും ഈ AICTE എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുടെ റെഗുലേറ്ററി മെക്കാനിസം എന്നപോലെ കുറക്കാലം ഞാനതുപോലെ സേവനം അനുഷ്ഠിച്ചിരുന്നു. അതായത് കറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. അതുപോലെ തന്നെ മെഡിക്കൽ കൌൺസിലിന്റെ കാര്യം ഇപ്പോഴും ശരിക്കൊരു മെഡിക്കൽ കൌൺസിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോ ഈ പ്രവണത അവസാനിപ്പിക്കുക, അത് ഈ പറയുന്ന രീതിയിൽ അത് റോൾ ബാക്ക് എഡ്യൂക്കേഷൻ തിരിച്ച് സംസ്ഥാനങ്ങൾക്ക് മാത്രമാക്കി തീർക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ രീതിയിൽ ബൃഹത്തായ രാജ്യത്താകമാനം ഒരു നിയമം ഉണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഈ പ്രശ്നം. ആ തരത്തിലൊരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എന്റെ ബലമായ വിശ്വാസം. അത്തരത്തിലുള്ളൊരു നീക്കം ഉടനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്കൊക്കെ തന്നെ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നതിൽ വളരെ വിമുഖതയാണ്. അത് എസ്പെഷ്യലി അവരുടെ പാർട്ടി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലേക്ക്. ഇപ്പോൾ ഇതൊക്കെ ആണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലെ തെറ്റുതിരുത്തുകൾ ഉണ്ടാവേണ്ടത്. അനധിവിദൂര ഭാവിയിലെങ്കിലും ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുമെന്നും രാഷ്ട്രീയക്കാർ അതിനോടൊപ്പം എന്താ പറയണ ചിന്തിച്ച് പാർലമെന്റില് നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് ആശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എന്റെ നേരുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.